ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതങ്ങൾക്ക് തുണയായിരിക്കട്ടെ. ഏറെ ആനന്ദത്തോടെ കർത്താവിന്റെ വചനത്തിന് മുൻപിൽ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ തിരുവചനമാണ്. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിന്റെ ആത്മാവായി നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും വെളിപ്പെടുവാനായി ആഗ്രഹിച്ചുകൊണ്ട് ഏറെ ആനന്ദത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മോട് പറയുകയാണ്, യേശു കർത്താവിനെ സ്നേഹിക്കുന്ന ജീവിതങ്ങൾക്ക് അവൻ തന്നെ വെളിപ്പെടുത്തുന്നു. യേശു തന്നെ വെളിപ്പെടുത്തുന്നത് തന്നെ സ്നേഹിക്കുന്ന ജീവിതങ്ങൾക്കാണ്. യേശുവിന്റെ വെളിപ്പെടുത്തലുകൾ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കുറെ സൗന്ദര്യമോ ഡിഗ്രികളോ ബിരുദങ്ങളോ കുടുംബ മഹിമയോ തൊഴിൽ ശ്രേഷ്ഠതയോ ഇതൊന്നുമല്ല, മറിച്ച് കർത്താവിനെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ ഹൃദയമാണ്. തന്നെ സ്നേഹിക്കുന്നവർക്കാണ് യേശു തന്നെ വെളിപ്പെടുത്തുന്നത്. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. 5-ാം അധ്യായം അവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, 3-ാമത്തെ തിരുവചനം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അർത്ഥം. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. കർത്താവിനെ അനുസരിക്കുന്ന ജീവിതങ്ങളിലേക്കാണ് അവൻ തന്നെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകള്, തന്റെ ആലോചനകള്, തന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകളെല്ലാം പകർന്നു നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ മനോഹരമായ തിരുവചന ഭാഗത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ മറിയം എന്ന് പറയുന്ന പെൺകുട്ടി, അവൾ എന്താണ് ചെയ്തത്? കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി മറിയം എന്തു ചെയ്തു? ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം യേശു ക്രിസ്തുവിന്റെ ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മറിയം കർത്താവിന്റെ ശവകുടീരത്തിലേക്ക് അവൾ വരികയാണ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ പാരമ്പര്യത്തിന് ചേർന്നതല്ല. നാട്ടുകാർക്ക് എന്തു വേണമെങ്കിലും പറയാം, പക്ഷേ മറിയത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിരുന്നില്ല. നാട്ടുകാർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, മറ്റുള്ളവർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കായി ജീവിതം തന്നവനാണ് എന്റെ യേശു. അവൻ എന്നോട് കരുണ കാണിച്ചവനാണ്. അവന്റെ കാരുണ്യം ഉള്ളത് കൊണ്ട് ഇന്ന് എനിക്കൊരു ജീവിതമുള്ളത്. ഈ തിരിച്ചറിവ് അവരുടെ സാഹചര്യത്തെക്കാളും ആ യഹൂദ പാരമ്പര്യത്തെക്കാളും അപ്പുറമായി യേശുവിനെ സ്നേഹിക്കുവാൻ അവളെ പ്രേരിപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളരുവാൻ, അവനോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുവാൻ ഒന്നും നമുക്കൊരു തടസ്സമായി മാറരുത്. നമ്മുടെ കുടുംബം കർത്താവിനോടുള്ള ബന്ധത്തിൽ വളരുവാൻ ഒരു തടസ്സമായി മാറരുത്. ഇന്ന് അനേകർ പറയുന്നൊരു കാര്യമുണ്ട്, ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറയുമ്പോൾ, ഒരു ധ്യാനം കൂടാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന മീറ്റിംഗിലേക്ക് കടന്നു വരാൻ പറയുമ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, എന്റെ കുടുംബമുണ്ട്, എനിക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, എന്റെ മാതാപിതാക്കളുണ്ട്, എനിക്ക് അവരുടെ കാര്യം നോക്കണം. ഇത് ശരിയാ, നമ്മൾ അവരുടെ കാര്യങ്ങൾ നോക്കണം, വളരെ ശ്രദ്ധിക്കണം. പക്ഷേ കർത്താവിനോടുള്ള ബന്ധത്തിൽ എന്റെ കുടുംബം ഒരു തടസ്സമായി മാറുന്നുവെങ്കിൽ അതൊരു വിഗ്രഹം തന്നെയാണ്. ആ അപ്രകാരമുള്ളൊരു പ്രവൃത്തി യേശു ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ സ്നേഹത്തിൽ വളരുവാൻ, അവനോടുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാൻ എന്റെ കുടുംബം, എന്റെ ബന്ധങ്ങൾ ഒരു തടസ്സമാകരുത്. എന്റെ തൊഴില്, എന്റെ ബിസിനസ് ഒരു തടസ്സമായി മാറരുത്. എന്റെ വിദ്യാഭ്യാസം, എന്റെ ഡിഗ്രികള്, അതുപോലെ തന്നെ എന്റെ സ്റ്റാറ്റസ് എന്ന് പലരും പറയുന്ന മറ്റൊരു കാര്യം, ഞങ്ങളുടെ സ്റ്റാറ്റസ് അതിനെ സമ്മതിക്കുന്നില്ല. വചനം കേൾക്കുവാൻ, ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ, കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കാൻ ഇന്ന് പലരും പറയുന്നൊരു കാര്യമാണ്, ഇതൊക്കെ സമൂഹത്തിലെ താഴ്ന്നകളിലുള്ളവർക്കൊരു പരിപാടിയാ.
ഞങ്ങളെപ്പോലെ സ്റ്റാറ്റസ് ഉള്ളവർക്ക് ഇതൊന്നും പറ്റത്തില്ല. നമുക്ക് എന്ത് സ്റ്റാറ്റസ് ഉള്ളത്? ഇതെല്ലാം കർത്താവ് തന്നതല്ലേ. ഈ കാണുന്ന സൗന്ദര്യവും, ഈ കാണുന്ന സമ്പത്തും, ഈ കാണുന്ന പ്രൊഫഷനും, ഈ കാണുന്ന സമ്പത്തും, മക്കളും, ആരോഗ്യവും, ഈ പഠനവും വിദ്യാഭ്യാസവും എല്ലാം ദൈവം തന്ന ദാനമല്ലേ. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാ. നമ്മൾ പാടുന്നില്ലേ, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. എല്ലാം ദൈവം തന്നതാ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എല്ലാം ദൈവത്തിന്റെ ദാനമായിരിക്കെ ദാനമല്ലാത്ത മട്ടിൽ മനുഷ്യ നീ എന്തിനാണ് അഹങ്കരിക്കുന്നത്? ഈ വചനം എന്നോടും നിങ്ങളോടുമാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. കർത്താവിനോടുള്ള ബന്ധത്തിൽ വളരുവാൻ, അവനോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുവാൻ ഒരു സാഹചര്യങ്ങളും നമുക്ക് തടസ്സമായി മാറരുത്. പൗലോസ് അപ്പോസ്തലൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തിയോളജിയനായിരുന്നു, അറിവുള്ളവൻ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിഷനറി, കർത്താവിനോടുള്ള സ്നേഹത്താൽ ജ്വലിക്കപ്പെട്ടവൻ. പോലീസ് ഫയർ. പൗലോസ് ഒരു തീയായിരുന്നു. ഈ പൗലോസ് വിളിച്ചു പറഞ്ഞു, റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ദുരിതത്തിനോ, നഗ്നതയ്ക്കോ, ദുഃഖത്തിനോ, ജയിലറയ്ക്കോ, പട്ടിണിക്കോ, മരണത്തിനോ, ഈർച്ചവാളിനോ ഒന്നിനും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്മാറ്റുവാൻ സാധ്യമല്ല. ഇപ്രകാരം ഒരു ഇന്റിമസിയിലേക്ക്, കർത്താവുമായി വിട്ടുപിരിയാത്ത ഒരു ആത്മബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുവാനാണ് നമ്മുടെ യേശു ആഗ്രഹിക്കുന്നത്. മറിയം അതുപോലെയുള്ളൊരു ജീവിതമായിരുന്നു. അവൾ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ കല്ലറയിലേക്ക് അവൾ കടന്നു ചെന്നു. മറ്റൊരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഈ കല്ലറയ്ക്ക് ചുറ്റും റോമൻ പട്ടാളക്കാരാണ് കാവൽ നിൽക്കുന്നത്. ഒരു മഹാദുഷ്ടന്മാരാ, ഹൃദയ കാഠിന്യമുള്ളവര്, അതുപോലെ വഷളത്വത്തിൽ ജീവിച്ചവര്. അതുകൊണ്ടല്ലേ നമ്മുടെ കർത്താവ് കുരിശിൽ വേദന കൊണ്ട് പിടയുന്ന സമയത്ത് അവൻ തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ, തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി കാരുണ്യത്തോടെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ യേശുവിന്റെ കുരിശിനു ചുവട്ടിൽ ചീട്ടുകളിച്ചും ചൂതുകളിച്ചും ആർത്തട്ടഹസിച്ചും അവർ ഇങ്ങനെ രസിക്കുകയായിരുന്നു. കാരണം എന്താ? അവർ കഠിന ഹൃദയമുള്ളവരായിരുന്നു, ദുഷ്ടന്മാരായിരുന്നു. ഇപ്രകാരം ദുഷ്ടന്മാരായ ഈ റോമൻ പട്ടാളക്കാരെ കാവൽ നിൽക്കുന്ന കല്ലറയുടെ സമീപത്തേക്കാണ് ഇതുപോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി കടന്നു ചെല്ലുന്നത്. എന്ത് വേണമെങ്കിലും ഈ പട്ടാളക്കാർ ചെയ്യും. അവളുടെ ശരീരത്തെ അവർ പിച്ച് ചീന്തി കളയും, നശിപ്പിച്ചു കളയും. അതിക്രൂരന്മാരായ പട്ടാളക്കാരാണ് യേശുവിന്റെ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിൽക്കുന്നത്. എന്നാൽ മറിയത്തിന് തന്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ആ പ്രതികൂലങ്ങൾ, പ്രതിബന്ധങ്ങളൊന്നും ഒരു വിഷയമായിട്ട് തോന്നിയില്ല. ദൈവമക്കളെ, എന്ത് വേണമെങ്കിലും വരട്ടെ, എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ, എന്റെ യേശു എനിക്ക് എത്രമാത്രം വിലപ്പെട്ടവനാ, അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാ, അവൻ എനിക്ക് ജീവിതം തന്നവനാ, അവൻ എനിക്ക് എത്രമാത്രം ആഴത്തിലുള്ളവനാണ്. ഈ ഒരു തിരിച്ചറിവോടെ ഭരിച്ചപ്പോൾ, ഈ ചിന്ത അവളെ അഭിഷേകമായ അവളിൽ വ്യാപരിച്ചപ്പോൾ, എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ പ്രതിബന്ധങ്ങളും അവൾക്ക് കർത്താവിനോടുള്ള സ്നേഹമായിട്ടേ തോന്നിയുള്ളൂ. അവൾ കടന്നു ചെല്ലുകയാ. സ്നേഹത്തോടുകൂടി അവൾ കർത്താവിന്റെ അരികിലേക്ക് കടന്നു ചെന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്നേഹത്തിൽ ആരൊക്കെ വളർന്നിട്ടുണ്ടോ അവരെല്ലാം ഈ വിധം ആഗ്രഹിച്ചവരായിരുന്നു. എപ്പോഴൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ തൃപ്തി അടഞ്ഞു, അന്ന് തുടങ്ങി നമ്മുടെ അധപതനം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് നമ്മുടെ അമ്മ ഉദ്ഘോഷിക്കുന്നുണ്ട്, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് ദൈവം തൃപ്തിപ്പെടുത്തി. ആരെയാ ദൈവം തൃപ്തിപ്പെടുത്തുന്നത്? ആരെയാ ദൈവം അഭിഷേകം ചെയ്യുന്നത്? ആരെയാ ദൈവം തന്റെ പരിശുദ്ധിയിൽ നയിക്കുന്നത്? വിശപ്പുള്ള ജീവിതങ്ങളെ, ദാഹിക്കുന്ന ഉള്ളങ്ങളെ, അപ്രകാരം കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നവരെയാണ് പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ അനോയിന്റ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ സഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളരുവാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം. മറിയം അവൾ സ്നേഹത്തോടുകൂടി കർത്താവിന് മുൻപിലേക്ക് കടന്നു ചെന്നു. വളരെ സ്നേഹത്തോടുകൂടി കടന്നു ചെന്നു. അവൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത്? ഇതാ കല്ലറ ശൂന്യമായി കിടക്കുകയാ, ശൂന്യമായി കിടക്കുകയാ. അവൾ ഓടിച്ചെന്ന് യേശുവിന്റെ ശിഷ്യന്മാരെ ഈ വിവരം അറിയിച്ചു. അവരും ഇത് വന്ന് കണ്ട് സാക്ഷ്യപ്പെടുത്തി.
അവർ ശൂന്യമായ കല്ലറ കണ്ട് അവർക്ക് മനസ്സിലായി യേശു ഉദ്ധിതനായി എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ വാക്യം 11 വരുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും, മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് യേശു ഉദ്ധിതനായതിനു ശേഷം ആദ്യമായി മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതെന്ന്. വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാ. മറിയം കരഞ്ഞുകൊണ്ട് യേശുവിന്റെ കല്ലറയ്ക്ക് വെളിയിൽ കാത്തു നിന്നു. അവൾ കാത്തു നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ടവനോടുള്ള സ്നേഹത്തെ പ്രതി ആരോ തന്റെ കർത്താവിന്റെ ശരീരത്തെ എടുത്തുകൊണ്ടുപോയി എന്ന് വിചാരിച്ച് മറിയം അവൾ വിഷമിച്ച് വേദനിച്ചുകൊണ്ട് ആ കല്ലറയ്ക്ക് വെളിയിൽ കാത്തു നിൽക്കുകയാ. അവളുടെ സ്നേഹത്തിന്റെ മുൻപിൽ കർത്താവ് നിർബന്ധിതനാവുകയാ. കർത്താവ് അവളുടെ സ്നേഹത്തിന് മുൻപിൽ നിർബന്ധിതനാവുകയാ. പ്രിയ ദൈവമക്കളെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ ഈ നാളുകൾ നമുക്ക് കഴിയുമോ? യെശയ്യായുടെ പുസ്തകത്തിൽ വചനം പറയുന്നുണ്ട്, കർത്താവിനായി കാത്തിരിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന്. 40-ാം അധ്യായം വാക്യം 29 മുതൽ, തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, കർത്താവിനായി കാത്തിരിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ഹല്ലേലൂയ. കർത്താവിനായി കാത്തിരിക്കുന്ന വ്യക്തികളെല്ലാം പുതുബലം പ്രാപിക്കും, പുത്തൻ ശക്തി പ്രാപിക്കും. അവർ കാലഘട്ടത്തിന് അഭിഷേകത്തെ സ്വന്തമാക്കും. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കല്ലറയ്ക്ക് വെളിയിൽ മറിയം കരഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 ദൂതന്മാർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി മറിയം പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, എവിടെയാണ് വെച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അവളുടെ വാക്കുകളിലെല്ലാം തന്റെ പ്രിയപ്പെട്ടവനോടുള്ള സ്നേഹം പ്രതിഫലിക്കുകയായിരുന്നു. എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. മറിയത്തിന്റെ സ്നേഹത്തിന് മുൻപിൽ കർത്താവ് നിർബന്ധിതനായി. നമ്മൾ വചനത്തിലൂടെ കണ്ടു, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇവിടെ അതാണ് സംഭവിച്ചത്. മറിയം പുറകോട്ട് തിരിഞ്ഞപ്പോൾ വാക്യം 14 നമുക്ക് കാണുവാൻ പറ്റും. ഇത് പറഞ്ഞിട്ട് മറിയം പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. അവൾക്ക് അത് യേശുവെന്ന് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഉടനെ അവൾ പറഞ്ഞു, അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. ഇങ്ങോട്ടാണ് കൊണ്ടുപോയത്, എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോകാം. തന്റെ പ്രിയപ്പെട്ടവനോടുള്ള സ്നേഹത്തെ പ്രതി അവൾ പറയാ, ഞാൻ യേശുവിനെ എടുത്തുകൊണ്ടുപോകുവാം. ആ കാലഘട്ടത്തിൽ ഒരു ക്രിമിനലിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് യേശുവിന് ലഭിച്ചത്. ഇതുപോലൊരു വലിയ കുറ്റവാളിയുടെ ശരീരത്തെ താൻ എടുത്തുകൊണ്ടു പോകാമെന്ന് പറയത്തക്ക വിധത്തിൽ തന്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ അവൾ നിറയപ്പെട്ടുകയായിരുന്നു. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവൾ ഹൃദയം ജ്വലിക്കുകയായിരുന്നു. മറിയത്തിന്റെ സ്നേഹത്തിന് മുൻപിൽ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി. യേശു വിളിച്ചു, മറിയം. ആ സ്വരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തിരിച്ചറിഞ്ഞു, ഇത് തോട്ടക്കാരനല്ല, ഇത് മറ്റു വ്യക്തികളല്ല, ഇത് തനിക്കായി ജീവിതം തന്നവനാ, ഇത് തന്റെ പ്രിയപ്പെട്ടവനാ, ഇത് യേശുവാണ്. അതുവരെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ആ സ്നേഹം അങ്ങ് കവിഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾ സ്നേഹത്തോടെ പറഞ്ഞു, റബ്ബോനി. ഇരൊറ്റ വിളി. ഇതാണ് ദൈവമക്കളെ വർഷിപ്പ്. ഇതാണ് യഥാർത്ഥ ആരാധന. ഇതാണ് യഥാർത്ഥ ഇന്റിമസി. ആ ഒരൊറ്റ വിളിയിൽ അവൾ തന്റെ പ്രിയപ്പെട്ടവനോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി. ആ വാക്കുകളിൽ, മറിയത്തിന്റെ സ്വരത്തിൽ കർത്താവിനോടുള്ള സ്നേഹം പ്രതിഫലിക്കുകയായിരുന്നു. മറിയത്തെ പോലെ ഈ വിധം കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ വളരുവാനാണ് ഇന്ന് യേശു ആഗ്രഹിക്കുന്നത്. ഈ ഒരു അഭിഷേകം സ്വീകരിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അവനുമായിട്ടുള്ള ഫെലോഷിപ്പിൽ, കൂട്ടായ്മയിൽ, അവനോടുള്ള ഇന്റിമസിയിൽ നമ്മളായിരിക്കുക. ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും ഏതിനേക്കാളും ഉപരിയായി വിലപ്പെട്ടതായി നമ്മുടെ യേശുവിനെ കണ്ടുകൊണ്ട് അവനോടുള്ള സ്നേഹത്തിൽ നമുക്ക് വളരാം. അവന്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ യുവജനങ്ങളിലും നമ്മുടെ ദമ്പതികളിലും ബഹുമാനപ്പെട്ട സമർപ്പിതരിലും വൈദികരിലെല്ലാം ഈ യേശു കർത്താവിനോടുള്ള ഈ അഭേദ്യമായ ബന്ധത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, വെളിപ്പെടട്ടെ എന്ന് നമുക്ക് അധികമായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് കൂട്ടായിരിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മറിയത്തെ പോലെ അങ്ങയോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുവാൻ, അങ്ങയോടുള്ള ബന്ധത്തിൽ വളരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവേ, മറ്റെന്തിനേക്കാളും ഏതിനേക്കാൾ ഉപരിയായി നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ മാത്രം ആഗ്രഹിക്കുവാൻ
ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതങ്ങൾക്ക് ശക്തിയായിരിക്കട്ടെ. ആമേൻ. കാരുണ്യമേ, ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ, ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഏറ്റവും ഒരുക്കമുള്ളവരായി നമുക്കിരിക്കാം. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവസ്നേഹത്തിന്റെ ജീവിതങ്ങളായി, ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ ഉയർത്തപ്പെടുവാനായി ഈ ആരാധനയുടെ സമയങ്ങളിൽ വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. 91 സങ്കീർത്തനങ്ങൾ വാക്യം 14 നമ്മൾ കാണുന്നു, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്നേഹിക്കുന്നവർക്കാണ് അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുകയാണെന്ന് അർത്ഥം. നമുക്ക് ഈ വിധം കർത്താവിനെ അനുസരിക്കുന്നവരായി, കർത്താവിനോടുള്ള അനുസരണത്തിൽ വളരുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുവാനായി ഏറെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മറിയത്തെ പോലെ നാം വചനത്തിലൂടെ കണ്ടു, യേശുവിനെ അടക്കിയിരുന്ന കല്ലറയുടെ വെളിയിൽ അവൾ കരഞ്ഞുകൊണ്ട് കാത്തുനിന്നു. തനിക്കായി ജീവിതം തന്നവനെ ഒന്ന് കാണുവാൻ, തന്റെ പ്രിയപ്പെട്ടവരൊന്ന് കാണുവാൻ, അവന്റെ സ്വരമൊന്ന് കേൾക്കുവാൻ, അവന്റെ ചലനത്തെ ഒന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ആ കല്ലറയ്ക്ക് വെളിയിൽ മറിയം കരഞ്ഞുകൊണ്ട് കാത്തുനിന്നു. പ്രിയമുള്ളവരെ, കർത്താവിനായി കാത്തിരിക്കുന്നവരായി മാറുക. കർത്താവിന്റെ പ്രവൃത്തികൾക്കായി, അവന്റെ ചലനങ്ങൾക്കായി, അവന്റെ ഇടപെടലുകൾക്കായി നമ്മൾ കാത്തിരിക്കുന്നവരായി മാറുക. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന ഒരു ദൈവമല്ല നമ്മുടെ യേശു. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന, തന്റെ മഹത്വത്തിന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മറിയത്തെ പോലെ കർത്താവിനെ കാത്തിരിക്കുന്നവരായി, അവന്റെ പ്രവർത്തികൾക്ക് കാത്തിരിക്കുന്നവരായി, അവന്റെ അഭിഷേകം നമ്മളിൽ വെളിപ്പെടുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ജീവിതങ്ങളായി ആഗ്രഹിച്ചുകൊണ്ട് വലിയ സ്വരത്തിൽ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. നിരാശപ്പെടാതെ, അസ്വസ്ഥരാകാതെ കർത്താവ് നിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ, അങ്ങയോടുള്ള ബന്ധത്തിൽ വളരുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നോടുള്ള അനുസരണത്തിൽ വളരുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ. ആരാധന, ആരാധന. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യുന്ന സമയമാണ്. അവൻ നമ്മൾ അനുഗ്രഹിക്കുന്ന സമയമാണ്. നമ്മുടെ ദാഹത്തെ, വിശപ്പിനെ കർത്താവ് കാണുന്ന സമയമാണ്. നമുക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്നേഹത്തിനെതിരായി പ്രവർത്തിച്ചു പോയ എല്ലാ പ്രവർത്തികളെയോർത്ത് ഈ സമയം നമുക്ക് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കാം, അനുദപിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ തെറ്റിപ്പോയി നമ്മുടെ സംസാരത്തെ ഓർത്ത്, പ്രവർത്തന മേഖലകളെ ഓർത്ത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത്, അശുദ്ധിയോടെ വ്യാപരിച്ച നിമിഷങ്ങളെ ഓർത്ത്, തെറ്റായ വിധത്തിൽ ഏർപ്പെട്ട എല്ലാ തലങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ ഒഴുകപ്പെടുകയാ, നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയാ. ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവിൽ നിന്നോടുള്ള സ്നേഹത്തിൽ വളരുവാൻ, നിന്നോടുള്ള ബന്ധത്തിൽ വളരുവാൻ, നിന്നോടുള്ള അനുസരണത്തിൽ വളരുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ, തലമുറകൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളുടെ ജീവിതങ്ങൾ അഭിഷേകം ചെയ്യണമേ. യേശുവേ ആരാധന, ആരാധന, ആരാധന.
ദൈവ സ്നേഹത്തിന്റെ ജീവിതങ്ങളായി, കർത്താവിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ജീവിതങ്ങളായി ഞങ്ങൾ ജീവിതങ്ങൾ ഉയർത്തപ്പെടുവാൻ, രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.